ബഹുമാന്യതായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, ഇന്ന് രാത്രികാലം ദൈവനം ശുശ്രൂഷിക്കുവാനായി ക്ഷണിക്കപ്പെട്ട കർത്താവിൻ്റെ വലിയൊരു ദാസൻ പാസ്റ്റർ കോശി ഫിലിപ്പ്, കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും ഈ രാത്രി ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ പകലുകളിലും രാത്രികളിലുമൊക്കെ കർത്താവ് തൻ്റെ ദാസന്മാരിലൂടെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ആഴമേറിയ ദൈവിക വചനവും ആലോചനയാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും കർത്താവ് നമ്മെ നിറച്ചുകൊണ്ടിരുന്നു. നാം ദൈവസ്ഥൽ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മെ കൃപയാൽ നിറയ്ക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയും നാം ക്ഷീണിച്ചു പോകുകയല്ല. നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ നമ്മെ ബലപ്പെടുത്തുവാൻ അവൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട്. സ്തോത്രം. അത് നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷീണിക്കുമ്പോഴും അകമേയുള്ളവൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഇന്ന് രാത്രി നമുക്ക് കർത്തൃപാദാന്തികയായിരിക്കപ്പെടാം. ഈ രാത്രിക്കാരൻ നമ്മുടെ മധ്യേ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വന്നിരിക്കുന്ന കർത്താവിന് വലിയൊരു ദാസൻ പാസ്റ്റർ കോശി ഫിലിപ്പാണ്. പ്രിയ കർത്തദാസനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആമേൻ. ഇന്ന് രാത്രികാലം കർത്തദാസൻ്റെ വചന ശുശ്രൂഷയിൽ ദൈവത്തിന് വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കപ്പെടാം. നമ്മുടെ പ്രാർത്ഥനയാണ് കർത്തൃദാസന്മാരുടെ ശുശ്രൂഷയിൽ ദൈവികമായ പ്രവൃത്തി വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. തുറന്നുള്ള സമയം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാനായി കർത്താവിൻ്റെ വിലയേറിയ ദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ശുശ്രൂഷകരായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജി അലക്സാണ്ടർ അവർകൾ, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ പാസ്റ്റർ ജോമോൻ എബ്രഹാം, പാസ്റ്റർ പ്രവീൺ ജോസഫ് തുടങ്ങിയവർക്ക് വന്ദനം ഇന്ന് രാത്രിയിൽ അറിയിക്കുന്നു. നീണ്ട ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ രാത്രിക്കാലം തിരുവചനവുമായി നിൽപ്പാൻ തക്കവണ്ണം ദൈവം ഇന്ന് എളിയവനെയും നിയോഗിച്ചിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവമുഖത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. 3 ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കപ്പെടുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ 1ാമത്തെ ആഴ്ച ഇന്ന് പൂർത്തിയാകുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ചില വിടുതലുകൾ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിന് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പൂർണ്ണമായ പ്രാർത്ഥനയും സഹകരണവും നമുക്ക് ആവശ്യമാണ്. ദൈവദാസന്മാരുടെ ശുശ്രൂഷയുടെ ബലം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവജനമാണ്. ദൈവം നമ്മെ ഇന്ന് രാത്രി എങ്ങനെ സഹായിക്കട്ടെ. ഈ സഭയിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇവിടെ വിശ്വാസിയായി തുടർന്ന് ഇവിടുന്ന് ശുശ്രൂഷയിലേക്ക് ദൈവം കരം പിടിച്ചുയർത്തി വിവിധ മേഖലകളിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം ഇന്നും ബലപ്പെടുത്തി ദൈവം നടത്തുമ്പോൾ നിശ്ചയമായും ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ മാതൃസഭ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരു വാക്കിൽ അതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളൊക്കെ വളർന്നപ്പോൾ അവരെയൊന്നും പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ മുതിർന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം നമുക്ക് ദൈവം തരുന്നതോർത്ത് സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിപ്പാൻ നാം പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഇന്ന് ഒരു വിഷയത്തിൻ്റെ 2 പിരിവുകളാണ് ഞാൻ മുഖ്യമായിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും ഒരു ബൈബിൾ ക്ലാസ് പോലെ എടുത്തു പോകേണ്ട വിഷയമാണ്. പക്ഷേ ഉപവാസ പ്രാർത്ഥന അങ്ങനെയല്ലല്ലോ, വ്യത്യസ്തമായ നിലയിൽ പോകേണ്ടതാകയാൽ ഇന്ന് രാത്രി ആ നിലയിൽ പോകാൻ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വിശ്വസ്തത നിമിത്തമുള്ള ദൈവപ്രവൃത്തി 1. 2, നമ്മുടെ വിശ്വസ്തത നിമിത്തമുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി. ഈ 2 വിഷയങ്ങളാണ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ വചനം എടുത്തു പോകുന്നത്. നമുക്കേറെ പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് ഇന്ന് രാത്രി നോക്കാം. ദൈവിക പ്രമാണങ്ങൾ ദൈവം കൊടുക്കുമ്പോൾ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു വന്ന ജനത്തിന് അവസാന ഭാഗത്തേക്ക് വന്നു. ഇനി യെരിഹോ
തകർത്ത് സ്തോത്രം അവർക്കകത്തേക്ക് പ്രവേശിക്കണം, കോട്ട തകർത്ത് പ്രവേശിക്കേണ്ട സന്ദർഭം വന്നപ്പോൾ ദൈവം ഒരു പ്രമാണം വെച്ചു. പലയിടത്തും പ്രമാണം വെച്ച് തന്നെ വന്നത്, പുരോഹിതന്മാർ കാഹളം ഊതുമ്പോൾ ജനം ആർപ്പിടണം. വേറെ ഒരു പദ്ധതി അവിടെ വെച്ചിട്ടില്ല. അതൊരു ചിട്ടയായിട്ട് വെച്ചിട്ടുള്ളൊരു കാര്യമോ. കാഹളധ്വനി കേൾക്കുമ്പോൾ ജനം ആർപ്പിടണം. മാനുഷികമായി കോട്ട പൊളിക്കാൻ പ്രയാസമായി, മതിൽ പൊളിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ആത്മീയ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഒരൊറ്റ മനുഷ്യനും കൈകൊണ്ടൊരു കല്ല് പോലും തൊടണ്ട. ആമേൻ. പക്ഷേ കാഹളധ്വനി കേൾക്കുമ്പോൾ ജനം ആർപ്പിടണം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെ ആത്മീയ ശബ്ദങ്ങൾ മുഴങ്ങുമ്പോൾ ദൈവജനം ആർപ്പിട്ടുകൊള്ളണം. അവിടെ ചില വിടുതലുകൾ സംഭവിക്കും. ആമേൻ. ഒരു പാളയത്തിൽ ഒരു ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, നാളെ ഈ നേരത്ത് 24 hours സമയം വെച്ചിട്ടാണ് വിളിച്ചു പറഞ്ഞത്. എന്താ? ശമരിയുടെ പടിവാതിൽക്കൽ എന്ത് സംഭവിക്കും? ശേക്കലിന് 1 സെയ ഗോതമ്പും 2 സെയ യവവും വിൽക്കുമെന്ന് ഒരു ദൈവദാസൻ വിളിച്ചു പറഞ്ഞു. ആത്മാവിൽ വിളിച്ചു പറഞ്ഞ ദൂത് നിവർത്തിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് ആരെയാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ശരീരഭാഗങ്ങൾ മുഴുവനില്ലാത്ത 4 വ്യക്തികൾ. അവർക്ക് മറ്റൊരു പ്രത്യേകതകളുണ്ട്. പാളയത്തിന് പുറത്താക്കപ്പെട്ടവർ, പാളയത്തിൽ പ്രവേശനമില്ലാത്തവർ. സ്തോത്രം. ഒരു നിയോഗം പ്രാപിച്ച്, ഞാൻ വേഗം പോവുകയാണ്, നിയോഗം പ്രാപിച്ച് സ്തോത്രം ശത്രു പാളയത്തിലേക്ക് നടക്കുമ്പോൾ എപ്പോഴാണോ അവരുടെ കാലുകൾ മണലിൽ സ്തോത്രം ചലിക്കാൻ തുടങ്ങിയത്, സന്ധ്യയ്ക്ക് പുറപ്പെടുമ്പോൾ സന്ധ്യയ്ക്ക് തന്നെ അരാം സൈന്യം വിട്ടുപോകത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിച്ചെങ്കിൽ, ഇന്ന് രാത്രി ഇവിടെ സ്തോത്രം പറയുമ്പോൾ നമ്മുടെ വിഷയത്തിന് വിടുതൽ നടക്കണം. ഇത് വെറുതെ ദൂത് പറഞ്ഞു പോകാൻ വന്നതല്ല. സ്തോത്രം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് നടക്കുമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പറയുക. ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. സ്തോത്രം. അവിടെ പ്രാണം വെച്ചിരിക്കുന്നു. ഇവിടെ കുഷ്ഠരോഗി നടക്കുമ്പോൾ സന്ധ്യയ്ക്ക് ഇറങ്ങുമ്പോൾ സന്ധ്യയ്ക്ക് അവരവിടെ നിന്ന് വിട്ടുപോകും. എന്നാൽ പിശാച് ഒരിക്കൽ ഒരു ദൂത് പറഞ്ഞു, 24 മണിക്കൂർ സമയം വെച്ച്. നിങ്ങൾക്കറിയാമോ? 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ ആ ആ എങ്കിൽ ആമേൻ. ഒരു ദൂതം വന്ന് പറയുന്ന ദൂത എന്താ? നാളെ ഈ നേരത്ത് നിന്റെ ജീവനെ അവൻ ഒരുത്തനെ പോലെ ആക്കുന്നില്ലെങ്കിൽ, കണ്ടോ, 24 മണിക്കൂർ കൃത്യം അളവ് വെച്ചൊരു ദൂത് പറഞ്ഞു. ഇസബേലിന്റെ ദൂതൻ പറഞ്ഞ് സ്തോത്രം ഏലിയാവിനോട് പറഞ്ഞ ദൂത 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നിങ്ങളതായിട്ട് വായിച്ചാൽ അറിയാം. അവൻ ചൂരച്ചെടിയുടെ ചോട്ടിൽ ചെന്നു. ഒരു ദിവസം യാത്ര ചെയ്ത് 24 മണിക്കൂർ യാത്ര ചെയ്ത് അവൻ ചൂരച്ചെടിയുടെ ചുവട്ടിൽ എത്തി. പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ വേറെ ചില കാര്യങ്ങളാണ്. ആ 24 മണിക്കൂറിലൊന്നും സംഭവിച്ചില്ല. രാത്രി തിരിച്ചറിഞ്ഞോണം, ശത്രു പറയുന്ന ദൂതല്ല നിന്റെ ജീവിതത്തിൽ നടക്കേണ്ടത്. ശത്രുവിന്റെ പോരാട്ടം വന്ന് സ്വതന്ത്രം ക്ഷീണിച്ചു പോകാനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കത്തക്ക നിലയിലുള്ള ഒരാത്മീയ പശ്ചാത്തലത്തിലേക്ക് ഇന്ന് രാത്രി നടന്നു നീങ്ങുമെങ്കിൽ നിശ്ചയമായും ദൈവം പ്രവർത്തിപ്പാനിടയാവും. അങ്ങനെയെങ്കിൽ ഒന്നുകൂടെ ചിന്തിച്ചു പോകണം. കാക്ക വരേണ്ട വിഷയത്തിന് കാക്ക വരണം. ശ്രദ്ധിച്ചു കേൾക്കണേ. ദൂതൻ വരേണ്ട വിഷയത്തിന് ദൂതൻ വരണം. യഹോവ ഇറങ്ങേണ്ട വിഷയത്തിന് യഹോവ ഇറങ്ങണം. ആമേൻ. ഈ ഭക്തന് വേണ്ടി ഒരിക്കൽ കാക്ക ഇറങ്ങി. ഞാൻ നിങ്ങൾക്ക് വചനം അറിയാവുന്നതുകൊണ്ട് എല്ലാ ഭാഗവും വായിച്ചു പോകുന്നില്ല, പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. കാക്കയുടെ ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ. എന്താ? രാവിലെയും വൈകുന്നേരത്തും ഭക്ഷണം എത്തിക്കണം. ഇതെവിടെയാണോ ഭക്ഷണം ഒരുക്കുന്നത്, കാക്കയോട് ദൈവം കൽപ്പിച്ച സ്ഥലത്ത് നിന്ന് എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ കൃത്യമായി എത്തിച്ചു കൊടുക്കണം. കാക്കയാ ശുശ്രൂഷ ചെയ്തു. എന്നാൽ നമുക്കറിയാം, അടുത്ത ഉരുവ് വന്നപ്പോൾ ഈ ഭക്തന്റെ അടുക്കലേക്ക് കാക്കയെ അല്ല അയച്ചത്, പിന്നെ ആരെ അയച്ചത്? ദൂതനെ അയച്ചത്. മനസ്സിലായല്ലോ? ഇവിടെ പറഞ്ഞ ഭാഗത്തിന് ബാക്കിയായി പറയുന്നത്. സ്തോത്രം. പിന്നെ ആ ദാസന്റെ അടുക്കലേക്ക് സ്തോത്രം കനലിൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവുമായി അയച്ചത് ദൂതനെയാ. എന്താ ദൂതനെ അയക്കാൻ കാര്യം? സ്തോത്രം. കാക്ക വന്നാൽ ഭക്ഷണം കൊടുത്ത് മടങ്ങാം, പക്ഷേ ഇവിടെ ഒരു ദൂത് കൂടെ പറയാനുണ്ടോ. അതുകൊണ്ട് ദൈവം അയക്കുന്നത് ദൂതനെയാ. അങ്ങനെയെങ്കിൽ ദൂതൻ വന്നാൽ ഒരു ദൂത് കൂടെ പറയും. നിനക്കൊരു ദൂരയാത്ര ചെയ്യാനുണ്ടോ? ഇന്ന് രാത്രി കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. അപ്പോ
ദൂതൻ വന്നത് ഒരു ദൂത് കൂടെ പറയാനുള്ളത് കൊണ്ടാണ്. ഇനി നമുക്കറിയാം, യഹോവ നേരിട്ടിറങ്ങി ലാബാന്റെ കൂടാരത്തിലിറങ്ങി. എന്താ കാര്യം? യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ഉരിയാടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്നുള്ളൊരു ദൂത് പറയാൻ, വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് യഹോവ നേരിട്ട് ലാബാന്റെ കൂടാരത്തിലിറങ്ങി. എന്താ പറയാൻ കാര്യം? ഞാൻ പറഞ്ഞിട്ട് അവൻ്റെ ദേശത്തേക്ക് മടങ്ങിപ്പോകുന്നത്, ഞാൻ പറഞ്ഞിട്ട് അവൻ്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്ക് അവൻ മടങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് അവനെ ചോദ്യം ചെയ്യാൻ നിനക്ക് അധികാരമില്ല. യഹോവ നേരിട്ട് അവിടെ ഇറങ്ങി. നമുക്കറിയാം, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ യഹോവ നേരിട്ടിറങ്ങി, അല്ലേ? യുദ്ധം നിങ്ങളുടേതല്ല, യഹോവയുടേതത്രേ. യഹോവ നേരിട്ടിറങ്ങി. അതുകൊണ്ട് ഇന്ന് ആ നിലയിൽ ഏതാണോ ഓരോരുത്തരുടെയും വിഷയം, അതനുസരിച്ച് ദൈവം പ്രവർത്തിക്കട്ടെ. സ്വതന്ത്രം. ഒരിക്കലൊരു ദൂതൻ ഇറങ്ങി. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ തിരുവചനം കേൾക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഇറങ്ങിയ ദൂതൻ ഒരു പുരോഹിതൻ്റെ അടുക്കലോട്ടാണ് ഇറങ്ങിയത്. പുരോഹിതൻ ഭയന്നു പോയി. ആരാണ് പുരോഹിതൻ? സെക്കരിയാവാണ് പുരോഹിതൻ. ഭയപരവശനായി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ ഇത്ര പരവശനാകാൻ കാര്യം? സെക്കരിയാവിനോട് ചോദിച്ചാൽ സെക്കരിയാവ് പറയും, സ്തോത്രം, ഇന്ന് വരെ കുറെ കാലങ്ങളായി ഞങ്ങൾ അറിയാത്ത ഒരു ദൂതനായി ഇറങ്ങിയേക്കുന്നത്. 400-ലധികം വർഷമായി ദൂതൻ ഇറങ്ങിയിട്ട് എൻ്റെ അപ്പൻ കാണാത്ത, എൻ്റെ ആ വല്യപ്പൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെടാത്ത ഒരു ദൂതനായി ഇറങ്ങിയിരിക്കുന്നത്. 400-ലധികം വർഷങ്ങളായി ദൈവത്തിൻ്റെ നിശബ്ദ കാലഘട്ടമെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തത്തക്ക നിലയിൽ ഒരു കാലഘട്ടം അവശേഷിപ്പിച്ചിട്ട് അതിന് വിരാമം കുറിച്ചുകൊണ്ട് സ്തോത്രം സെക്കരിയാവിൻ്റെ ശുശ്രൂഷയുടെ മധ്യത്തിൽ ദൂതൻ ഇറങ്ങി. ആമേൻ. സെക്കരിയ പറയും, എൻ്റെ അപ്പൻ കാണാത്ത ദൂതനായത്, എൻ്റെ വല്യപ്പൻ കാണാത്ത ദൂതനായത്. ഈ ദൂതൻ എൻ്റെ മുന്നിൽ വെളിപ്പെട്ടല്ലോ. അവൻ്റെ മനസ്സിലുള്ള സ്തോത്രം വിഷയം മറ്റതായിക്കോട്ടെ, എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ്റെ അപ്പന് വെളിപ്പെടാത്ത ദൂതനായി ഇറങ്ങിയത്. 400-ലധികം വർഷത്തിൻ്റെ നിശബ്ദതയ്ക്ക് ശേഷം ദൈവവചനവുമായി ദൈവിക ആലോചനയുമായി ഇറങ്ങിയത് സ്തോത്രം ശുശ്രൂഷകൻ്റെ മുമ്പിലാണ്. ശ്രദ്ധിക്കേ. പക്ഷേ അവിടെ ഇറങ്ങി പറയുന്ന ദൂത് ഒരു ചരിത്രം ആരംഭിക്കാൻ പോവാം. യേശുവിന് കടന്നു വരത്തക്ക നിലയിലുള്ള ക്രമീകരണം ആരംഭിക്കാൻ പോവുകയാണ്. ഇസ്രായേൽ ജനം വിശ്വസിച്ചിരുന്നത് പോലെ ഇസ്രായേലിന് വേണ്ടി മശിഹ വെളിപ്പെടുന്ന കാലമായി. അപ്പോൾ ഇറങ്ങിയ ദൂതൻ ഒരു ചരിത്ര സംഭവമാണ്, ചരിത്രം ആരംഭിക്കാൻ പോവുകയാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കൂ, വന്ന ഉടനെ സ്തോത്രം ഇവിടെ പറയുന്നത്, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. എന്താ അതിൻ്റെ അർത്ഥം? ആദ്യം പറഞ്ഞ ദൂത് നിനക്ക് തന്നെ ആദ്യത്തെ അനുഗ്രഹം. 400-ലധികം വർഷമായി സ്തോത്രം ഹല്ലേലൂയ ദൂതൻ വെളിപ്പെടുകയോ ദൈവം സംസാരിക്കാതിരിക്കുകയോ ചെയ്തിരുന്ന കാലഘട്ടം കഴിഞ്ഞിട്ട് സ്തോത്രം ദൂതൻ ഇറങ്ങിയപ്പോൾ ആദ്യം പുരോഹിതനോട് പറഞ്ഞു, സ്തോത്രം, നിന്റെ കുടുംബത്തിലായി വിടുതൽ ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. മശിഹയ്ക്ക് വരുന്നതിനുള്ള വഴിയൊരുക്കാ കാര്യം, എങ്കിലും നിന്റെ കൂടാരത്തിലായി ഇത് ആരംഭിക്കുന്നത്. ദേശത്ത് നിന്ന് ആ വിഷയമായിരിക്കുന്ന വിഷയത്തിന്റെ മേലൊരു വിടുതൽ തന്നുകൊണ്ട് സ്തോത്രം ഇവിടെ യേശുവിന്റെ ചരിത്രം ആരംഭിക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയേ, അന്ന് മുതൽ സെക്കരിയ പുരോഹിതന്റെ വീട്ടിൽ സന്തോഷമാ. എന്താ കാര്യം? ദൂതനിറങ്ങി. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഇനി ദൂതനിറങ്ങിയിട്ടും വിടുതലില്ലാത്ത വിഷയം. ദൂതനിറങ്ങുന്നുണ്ട്, വിടുതലില്ല. ആമേൻ. ദൂതൻ അതത് സമയത്തിറങ്ങുന്നുണ്ട്, സ്തോത്രം, പക്ഷേ വിടുതലില്ല. 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവൻ അറിയാം, താൻ വന്ന നാൾ മുതൽ ഇവിടെ ദൂതൻ ഇറങ്ങുന്നുണ്ട്. നിങ്ങളിതിൻ്റെ ഗൗരവം മനസ്സിലാക്കി സ്തോത്രം പറഞ്ഞായിരുന്നു രാത്രി. സ്തോത്രം, അവൻ കാണുന്നുണ്ട് അനേകർ സൗഖ്യം പ്രാപിക്കുന്നത്, ദൂതൻ ഇറങ്ങുന്നുണ്ട്, പക്ഷെ അവൻ്റെ വിഷയത്തിൽ വിടുതലില്ല. ആമേൻ. സ്തോത്രം. 38 വർഷമായി കുളക്കടവിൽ കിടന്നവൻ വിടുതലില്ലാതെ കിടക്കുക. ദൂതൻ ഇറങ്ങാത്തത് കൊണ്ടല്ല, പക്ഷേ ഇവൻ്റെ വിഷയത്തിൽ വിടുതലില്ല. ആമേൻ. അപ്പോഴാണ് യേശു യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്നത്. ദേവാലയത്തിലേക്ക് പോകുന്നവൻ പെട്ടെന്ന് യാത്ര മാറ്റി അല്പം വലത്തോട്ട് മാറി നടന്നു. ആമേൻ. ആട്ടുവാതിൽക്കലുള്ള ബെഥസ്ത അടപ്പുണ്ട്, അവനെ മറികടന്ന് എനിക്ക് ദേവാലയത്തിൽ പോകാൻ കഴിയത്തില്ല. കാരണം മറ്റൊന്നല്ല, കഴിഞ്ഞ 38 വർഷം മുമ്പ് അവൻ അവിടെ കടന്നു വന്നത് എന്റെ ദൂതൻ ഇറങ്ങുമ്പോ അവൻ സൗഖ്യമാക്കും എന്നുള്ള വിശ്വാസത്തിലാ. ആമേൻ. പക്ഷെ അവന് ഇതുവരെ വിടുതൽ കിട്ടിയിട്ടില്ല. ഇതുവരെ അവന് വിടുതലില്ല. അതുകൊണ്ട് അവനെ സൗഖ്യമാക്കാതെ
ഞാൻ കടന്നു പോകത്തില്ല. യേശു അവിടേക്ക് ചെന്നു. അവനോട് മാത്രമേ അവിടെ സംസാരിക്കുന്നുള്ളൂ, അല്ലേ? അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ മനസ്സ് വരെയും പോയി. 38 വർഷമായി. അവൻ പറയുന്ന മറുപടി നമുക്കറിയാം, എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല. ചോദ്യത്തിൻ്റെ മറുപടിയല്ല അവൻ പറയുന്നത്. അവൻ പറയുന്നു, എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല. ചുരുക്കി പറഞ്ഞാൽ അവൻ ഈ സൗഖ്യമേ മറന്ന നിലയിലാണ്. യേശു പറഞ്ഞു, നീ 38 വർഷമായി ഇവിടെ കിടക്കല്ലേ, എന്നാൽ നിന്നെ ഈ ദേശക്കാർ ആരും സഹായിക്കുന്നില്ല, അല്ലേ? നിൻ്റെ വിഷയം അതാ, അല്ലേ? എന്നാൽ ഞാനും നിന്നെ സഹായിക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരു മടങ്ങിപ്പോക്ക് നിനക്ക് ആവശ്യമുണ്ട്. എന്താ മടങ്ങിപ്പോക്ക്? 38 വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ നീ വിചാരിച്ചു പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ചുകൂടെ എന്ന് മടങ്ങിപ്പോകാമെന്ന്, അല്ലേ? അങ്ങനെ വിശ്വസിച്ചുകൊണ്ടല്ലേ നീ ഇവിടെ വന്നത്? എത്രയും വേഗം വിടുതൽ പ്രാപിച്ചാൻ മടങ്ങി വരുമെന്ന് കൊണ്ടാക്കിയവരോട് നീ യാത്ര പറഞ്ഞവനല്ലേ? ഇതുവരെ 38 വർഷമായിട്ടും നിന്റെ വിഷയത്തിന് വിടുതലില്ലാതെ കിടക്കുമ്പോൾ സ്തോത്രം, നിനക്കൊരു മടങ്ങിപ്പോക്ക് ആവശ്യമുണ്ട്. ഇപ്പം നിന്റെ മാനസികാവസ്ഥ അനുസരിച്ച് നിനക്ക് സൗഖ്യം ലഭിക്കത്തില്ല. പകരം സ്തോത്രം, നീ വിശ്വാസത്തിൽ ഉറയ്ക്കണം. 38 വർഷം തിരിച്ചു പോകണം. നീ എന്നാണോ നീ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു വിശ്വാസം നിനക്കുണ്ട്, ആ വിശ്വാസത്തിലേക്ക് നീ മടങ്ങിപ്പോകണം. ഇന്ന് രാത്രി ദൈവവചനത്തിൻ്റെ മർമ്മം നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാനങ്ങ് വിചാരിക്കുക. സ്തോത്രം. അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ ആരാധനയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആരാധിച്ചാൽ മതി. ദൈവത്തിന് മഹത്വം. 38 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഒരു മാനസികാവസ്ഥ നിനക്കുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല. എന്തു പറ്റി? കാലദൈർഘ്യം നിന്റെ വിശ്വാസത്തെ ക്ഷീണിപ്പിച്ചു. കാലദൈർഘ്യം ഇനി എനിക്ക് വിടുതൽ കിട്ടത്തില്ലെന്ന് നീ ഉള്ളിൽ വിചാരിച്ചിരിക്കുക. അതുകൊണ്ട് ഒരു മടങ്ങിപ്പോക്ക് ആവശ്യമുണ്ട്. എനിക്ക് വേണമെങ്കിൽ നിന്നെ പിടിച്ച് ദൂതൻ ഇറങ്ങുന്ന സമയത്ത് കുളക്കടവിൽ എത്തിക്കാം. എന്നാൽ അതല്ല എൻ്റെ പരിപാടി. നിന്റെ വിശ്വാസത്തിലേക്ക്, പഴയ കാല വിശ്വാസത്തിലേക്ക് നീ മടങ്ങിപ്പോയാൽ അവിടെ നീ നിന്റെ പ്രവൃത്തി ആരംഭിക്കും. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ തന്നെ എഴുന്നേൽക്കണം. ആ വിശ്വാസം നീ ഉള്ളിലേക്ക് വലിച്ചടിപ്പിക്കണം. പഴയ വിശ്വാസത്തിലേക്ക് മടങ്ങി ചെന്നിട്ട്, എന്നോട് കൽപ്പിക്കുന്നവൻ എഴുന്നേൽക്കാൻ പറഞ്ഞതാ, അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കും. ഈ 38 വർഷമായി ഒരുവനും എൻ്റെ മുമ്പിൽ കടന്നു വന്ന് ഇതുവരെ ഇത്തരത്തിൽ ആലോചന പറഞ്ഞിട്ടില്ല, എന്നോട് കൽപ്പിച്ചിട്ടില്ല. അവഗണന മാത്രമുള്ളപ്പോൾ എന്നോട് ഇന്ന് കൽപ്പിക്കുന്നവൻ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞെങ്കിൽ ഞാൻ എഴുന്നേൽക്കും. ഇന്ന് രാത്രി ആത്മീയ ശബ്ദമായി ആർക്ക് ഏറ്റെടുക്കാൻ കഴിയും? കാലദൈർഘ്യം ക്ഷീണിച്ചു പോകും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, വിശ്വാസ ജീവിതത്തിൽ ക്ഷീണം പാടില്ല. അവൻ എഴുന്നേറ്റ് നടന്നുവെന്ന് മാത്രമല്ല, അവനെ പിന്നെ ആലയത്തിൽ കണ്ടു. ഒരു സാക്ഷ്യവുമായി അവൻ പിന്നെ ആലയത്തിലെത്തി. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് സ്തോത്രം, ദൂതൻ ഇറങ്ങിയിട്ടും വിടുതലില്ലാത്ത വിഷയത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം നേരിട്ടിറങ്ങും. രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ വിഷയത്തിന് എൻ്റെ ദൈവം നേരിട്ടിറങ്ങുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ വിഷയത്തിന് വേണ്ടി എൻ്റെ ദൈവം നേരിട്ടിറങ്ങും. കാലദൈർഘ്യം എൻ്റെ ദൈവത്തിന് ഒരു വിഷയമല്ല. എൻ്റെ കാലദൈർഘ്യമല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തത എൻ്റെ കരങ്ങളിൽ വെളിപ്പെടും, എൻ്റെ വിഷയത്തിൽ വെളിപ്പെടും, എൻ്റെ ഭവനത്തിൽ വെളിപ്പെടും, എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ വെളിപ്പെടും. എന്നോട് അവൻ ചെയ്ത വാഗ്ദത്തങ്ങൾ പൊയ്വാക്കല്ല. ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ജന ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ൂടാപാല ധീരാപാല വൈടാപാല. ആമേൻ. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ തുടർന്ന് നമ്മൾ ദൈവവചനത്തിലേക്ക് പോവുക. ഈ വിശ്വാസം ഉള്ളിൽ നിന്ന് വിട്ടുകളയരുത്. സ്തോത്രം. ഇന്ന് രാത്രി ഓർത്തോളണം, കാക്ക വരേണ്ട അടുത്ത് കാക്ക വരും. ദൂതൻ ഇറങ്ങേണ്ട വിഷയമാണെങ്കിൽ ദൂതൻ വരും. അല്ല, യഹോവ നേരിട്ടിറങ്ങണമെങ്കിൽ നേരിട്ടിറങ്ങും. ഇനി ദൂതൻ ഇറങ്ങിയിട്ടും വിഷയത്തിന് വിടുതലായിട്ടില്ലെങ്കിൽ എൻ്റെ ദൈവം നേരിട്ടിറങ്ങി ഇന്ന് രാത്രി നിൻ്റെ വിഷയത്തിന് പരിഹാരം തന്നിട്ടേ മടങ്ങിപ്പോകുമെന്ന് വിശ്വസിച്ച് തുടർന്നുള്ള സമയം നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. ഞാൻ മുന്നമേ ഓർപ്പിച്ചതുപോലെ വിശ്വാസത്തിൻ്റെ ചിന്തകളാണ് ഇന്ന് രാത്രിയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് ഒരു മർമ്മം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. ഭൗതിക മണ്ഡലത്തിൽ നിന്നും ആത്മീയ മണ്ഡലത്തിലേക്ക് വിടുതൽ പകരത്തില്ല. ശ്രദ്ധിക്കുക,
ഭൗതിക തലത്തിൽ നിന്നും ഒരിക്കലും ആത്മീയ തലത്തിലേക്ക് വിടുതൽ പകരപ്പെടത്തില്ല. എന്നാൽ ഭൗതിക തലത്തിൽ നിന്നും ഭൗതിക തലത്തിൽ നിന്നും ഒരിക്കലും ആത്മീയ തലത്തിലേക്ക് വിടുതൽ പകരപ്പെടുകയില്ല. എന്നാൽ ആത്മീയ വിടുതൽ മണ്ഡലത്തിൽ നിന്നും ഭൗതിക തലത്തിലേക്ക് വിടുതൽ പകരപ്പെടാനിടയാവും. ഒന്നുകൂടെ പറയാം, ആത്മീയ മണ്ഡലത്തിൽ നിന്നും ഭൗതിക തലത്തിലേക്ക് വിടുതൽ വെളിപ്പെടും. ഭൗതിക തലത്തിൽ നിന്നും ഒരിക്കലും ആത്മീയ മണ്ഡലത്തിൽ വിടുതൽ വെളിപ്പെടത്തില്ല. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. അവസാനം നമുക്ക് ഒന്നുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ഇനി ഇതിന് അടിസ്ഥാനപരമായ ഒരു വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 10-ാം അധ്യായം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ആ 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 ആമേൻ. ദൈവകരത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് അല്പം കൂടെ ഈ വേദഭാഗം ചിന്തിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തോട് ദൈവകരം വെളിപ്പെടേണ്ടതിന്, ആത്മീയ ശബ്ദം തന്നെ ഇന്ന് രാത്രി നാം കേൾക്കേണ്ടതിന് സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആ ദേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേകനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മമരണം മാറും ജീവനിലവൻ വാഴും, ആത്മമരണം മാറും ജീവനിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ, കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ, കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് ഒരല്പ കാര്യങ്ങൾ ചിന്തിക്കാം. മാർത്തയുടെയും മറിയയുടെയും കഥ, ഇതിലെ വേദപുസ്തക സംഭവം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതമാണ്. എന്നാൽ ഇതിൽ നിന്നും ദൈവം പകർന്നു തന്ന ചില ആത്മീയ ചിന്തകളാണ് ഇന്ന് രാത്രിയിൽ ഞാൻ മുഖ്യ വിഷയമായിട്ട് എടുക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ബഥാന്യ എന്ന ഗ്രാമത്തിലേക്ക്, അല്ലെ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന യേശുവിനെ മാർത്ത അവരുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു, കൈക്കൊള്ളുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒരിക്കലും യേശുവിൻ്റെ പ്രോഗ്രാമായിട്ട് അവിടെ ചെന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആ വാക്യങ്ങളിലെ പ്രയോഗമെല്ലാം തന്നെ ഈ കുടുംബത്തെ ആദ്യമായി പരിചയപ്പെടുത്തുന്ന പോലെ നമുക്ക് തോന്നും. അവിടെ പറയുന്നു, മാർത്ത എന്നൊരു പേരുള്ളൊരു സ്ത്രീ അവനെ കൈക്കൊണ്ടു, അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. കഥ പോലെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഈ സംഭവം ആദ്യമായി പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതങ്ങനെ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ മാർത്ത എന്ന സഹോദരി യേശുവിനെ കൈക്കൊള്ളുന്നു. വഴിയാത്രയിൽ ക്ഷീണിച്ചു പോകുന്നവരെ കൈക്കൊള്ളുന്ന ഒരനുഭവം. പഴയ കാല നമ്മുടെ നാട്ടിലെ ഒരു ജീവിത രീതിയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴില്ല, 50കളുടെ മുമ്പാണ് അധികമായി ഉണ്ടായിരുന്നത്. 50കൾ കഴിഞ്ഞ് ഒരു സ്വല്പം പിന്നീടൊക്കെ ഉണ്ടായിരുന്നു എന്ന് വരാം, അത്രയേ ഉള്ളൂ. എന്നാൽ ആ വർഷം, അന്ന് ഒരു 100 വർഷം അല്ലെ 75 വർഷങ്ങൾക്ക് മുമ്പ് വഴിയാത്രക്കാരൊക്കെ വീടുകളിൽ കയറി വെള്ളം ചോദിക്കുന്നതിനും അത് കഴിക്കുന്നതിനും അവർക്ക് മടിയില്ലായിരുന്നു. അതുപോലെ തന്നെ കൊടുക്കുവാനുള്ള കരങ്ങളും കൊടുക്കാൻ കരുതലുള്ള വീടുകളും ഉണ്ടായിരുന്നു. നമുക്ക് പുതിയ തലമുറയ്ക്ക് അറിയത്തില്ലെങ്കിലും പഴയ തലമുറയ്ക്ക് അറിയാം, ഒരുപാട് ക്ഷാമമുണ്ടായിരുന്നൊരു കാലം നമുക്ക് പണ്ടുണ്ട്. പൂർവികരൊക്കെ അത് അറിഞ്ഞിട്ടുണ്ട്, നമ്മളൊന്നും അധികം അത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തെ ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയും.
വഴിപോക്കൻ്റെ ആവശ്യം അറിഞ്ഞ് സഹായിക്കുന്ന ഒരു പറ്റം ജനം അന്നുണ്ടായിരുന്നു. വഴിയാത്രയിൽ പോകുന്നവൻ്റെ ക്ഷീണം മനസ്സിലാക്കി അവനോട് പ്രതികരിക്കുന്ന ഒരു കൂട്ടം. ഇന്നത്തെ പോലെ മതിലുകളില്ല, എല്ലാ വീടിനും ഗേറ്റുകളില്ല. വലിയ വീടിന് പടിപ്പുരയുണ്ടാകും. പടിപ്പുരയുടെ തുടർമാനമായി 1-2 മീറ്റർ നീളത്തിൽ മാത്രം അതിന് തുടർച്ച കെട്ടി പിന്നീട് അങ്ങോട്ട് കയ്യാലകൾ ഉണ്ടാക്കി വിടും. ചിലയിടത്ത് അതുമില്ല. നോക്കിയാൽ നീളത്തിൽ കാണാം, ഒരു പറമ്പിൽ നിന്ന് ഓടിയാൽ എല്ലാ പറമ്പിലൂടെ ഓടി എത്രയെങ്കിലും വീടുമുറ്റത്തുകൂടെ എത്രയെങ്കിലും കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാം. മതിലുകളില്ല. ഇന്നങ്ങനെയല്ല, ഇന്ന് മതിലുകളാണ്. ഈ മതിൽ എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചാൽ അതൊരു വലിയ വിഷയമാണ്. മതിൽ വെളിയിൽ വന്നതെങ്ങനെ? ഈ മതിൽ എങ്ങനെയാണ് ഉണ്ടായത്? ഈ മതിൽ ആദ്യം മനസ്സിലാണ് ഉണ്ടായത്, അല്ലേ? മനസ്സിലുണ്ടായ മതിലിനെ ഒരിക്കലെടുത്ത് വെളിയിൽ പ്രതിഷ്ഠിച്ചതാ നമ്മുടെ ചരിത്രം. ഇത് രാത്രി തിരുവനന്തപുരം കേൾക്കുന്നവർ ഇതുകൂടെ ഒരല്പം കേട്ടു പോകണം. ഈ മതിൽ ആദ്യം ഉണ്ടാകുന്നത് മനസ്സിലാണ്. സഹോദരങ്ങളാകട്ടെ അപ്പുറത്തൊരു മതിൽ കെട്ടുക. എന്താ കാര്യം? മനസ്സിൻ്റെ മതിൽ വെളിയിലേക്ക് വരുന്നു എന്നുള്ള ചിത്രമാണ് മതിലുകൾ നമ്മെ കാണിക്കുന്നത്. ദൈവത്തിന് മഹത്വം. എന്നാൽ പഴയ കാലം അങ്ങനല്ല. ഒരു വീടിൻ്റെ പടിവാതിൽക്കൽ ചെന്ന് അല്പം വെള്ളം തരണേ എന്ന് ചോദിക്കാൻ യാത്രക്കാരന് കഴിയും. അവൻ ചോദിക്കും, കൊടുക്കാൻ ആളുമുണ്ടാകും. ഇന്ന് എത്രയോ വ്യത്യസ്തമാണ് നമ്മുടെ ജീവിത രീതി. ചോദിക്കാനും ആളില്ല, അഥവാ ചോദിച്ചാൽ തന്നെ കൊടുക്കാനും ആളില്ല. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വെച്ച് ഇത് ചിന്തിക്കുന്നത് പ്രയാസമാണ്. ഒരു ക്ഷാമമുള്ള കാലഘട്ടത്തിൽ വെച്ചത് ഈ ഭാഗം ചിന്തിച്ചെങ്കിലേ ഇത് പൂർണ്ണമാകത്തുള്ളൂ. കേരളത്തിലെ ഒരു പ്രസിദ്ധനായ ബിസിനസ്സുകാരൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർപ്പിക്കട്ടെ. എൻ്റെ മാതാവ് ഒരിക്കലും ഭക്ഷണം കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക്. ഒരു 7-8 വർഷമായി അദ്ദേഹം മരിച്ചുപോയി ലോകത്തുനിന്ന്. ഒരിക്കലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം വഴിയാത്രക്കാരൊക്കെ വീട്ടുപടിക്കൽ ചോദിക്കുന്നതോ അമ്മയ്ക്കൊരിക്കലും ഉച്ചഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആമേൻ. വരുന്നവർ ചോദിക്കാനും മടിച്ചിട്ടില്ല. എൻ്റെ അമ്മ കൊടുക്കാനും മടിച്ചിട്ടില്ല. അങ്ങനൊരു ചരിത്രം എനിക്കുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വലിയ സമ്പത്തിൻ്റെ ഉടമയായി ഞാൻ തീർന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. പ്രശസ്തമായ കമ്പനികളുള്ള ആളിൻ്റെ പേര് കാര്യമായി പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അങ്ങനെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആ കാലഘട്ടം പോയി ഇന്നെന്താ സ്ഥിതി? 12-13 വർഷം മുമ്പ് വയനാടിൻ്റെ പ്രദേശങ്ങളിൽ ചെന്ന് മിഷണറിമാരുമായി സഹകരിക്കുമ്പോൾ ഒരു ബ്ലാങ്കറ്റ് 5 പേര് 6 പേര് അങ്ങേയറ്റവും ഇങ്ങേയറ്റവും കിടക്കുന്ന കാര്യം വലിയ പ്രയാസമാണ്. കൊടും തണുപ്പിൽ അങ്ങേയറ്റത്ത് കിടക്കുന്ന ആൾ അങ്ങോട്ട് പിടിക്കും, അദ്ദേഹത്തെ തണുപ്പടിക്കുമ്പോൾ ഉണരും, പിന്നെ ഇദ്ദേഹം ഇങ്ങോട്ട് പിടിക്കും. എനിക്ക് ഈ വിദ്യ മനസ്സിലായതുകൊണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് കിടക്കാൻ താല്പര്യപ്പെട്ടു. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കാര്യം കഴിഞ്ഞിട്ടുണ്ട്. ഒരു പുതപ്പിന് കീഴിൽ കിടന്ന് ആ മിഷണറിയും കുടുംബം അടുക്കളയിലേക്ക് മാറിയിട്ട് ഒറ്റ മുറി ഞങ്ങൾക്ക് വിട്ടു തന്നുറങ്ങിയ അനുഭവമുണ്ട്. എന്നാൽ ഇന്നിവിടെ ചെന്നാൽ എത്രയോ മുറികൾ ആൾ താമസിക്കാനില്ലാതെ കിടക്കുന്നു. മുറ്റത്ത് നോക്കിയാൽ ആംബുലൻസ്, ഓർഫനേജ്, ഒത്തിരി കാര്യങ്ങൾ, താമസിക്കാൻ ആളില്ലാത്ത മുറികൾ. ഈ സമയം ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാ സമൃദ്ധിയും ഞാൻ അവിടെ കണ്ടു. പക്ഷെ അവിടെ കാണാത്തതൊന്നു മാത്രം, സ്നേഹം. അന്ന് രാത്രിയിൽ ആദിവാസികളുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും. 2 മണി 3 മണി ആദിവാസികൾ പാട്ടുപാടും, ഞങ്ങൾ പ്രാർത്ഥിക്കും. അവരെല്ലാം ഇന്ന് മിഷണറിമാരാ, കർത്താവിൻ്റെ വേലക്കാരാ. ദൈവത്തിന് മഹത്വം. അങ്ങനൊരു കാലം ഞാൻ ഓർക്കാറുണ്ട്. ദൈവത്തിന് മഹത്വം. എൻ്റെ വിഷയത്തിലേക്ക് പൊയ്ക്കോട്ടെ. സ്വതന്ത്രം ശ്രദ്ധിക്കൂ. അങ്ങനെയൊരു കാലത്തോട് ബന്ധപ്പെട്ട ഈ വിഷയം കിടക്കുന്നത്. അപ്പോൾ മാർത്ത കൈക്കൊണ്ടു, യേശു വന്നിരുന്നതും വചന ശുശ്രൂഷ ആരംഭിച്ചു. ശിഷ്യന്മാരുമുണ്ട്. മാർത്ത അടുക്കളയിലേക്ക് പോയി. മറിയ യേശുവിൻ്റെ കാൽക്കൽ വന്നിരുന്നു. വചനം കേൾക്കാൻ തുടങ്ങി. മാർത്ത പല ഉരു വന്ന് നോക്കിക്കാണും, മറിയ എന്നെ സഹായിക്കാൻ വരുന്നോ. മാർത്ത തന്നെ അകത്ത് അതെടുക്കുന്നു ഇതെടുക്കുന്നു, വളരെ ബന്ധപ്പെടുകയാണ്. ഒടുവിൽ നിവൃത്തിയില്ലാത്ത ഒരു സ്റ്റേജിൽ മാർത്ത വന്ന് മറിയയോടല്ല യേശുവിനോട് പറയുന്നു, എന്നെ തനിച്ച് വിട്ടിരിക്കുന്നവരിൽ നിനക്ക് വിചാരമില്ലയോ? ആ പ്രയോഗത്തിൽ തന്നെ ഒരല്പ വിഷമം ഉണ്ടാക്കും.
അവൾക്കോ വിചാരമില്ല, പക്ഷെ നിനക്കെങ്കിലും ആ വിചാരം വേണ്ടേ? ഞാൻ തന്നെ അധ്വാനിക്കുക. അതിന് യേശു പറയുന്ന മറുപടിയാണ് വിഷയം. എന്താണ് മറുപടി പറയുന്നത്? മാർത്തേ, മാർത്തേ, അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. രണ്ടായിട്ട് ഈ വിഷയങ്ങളെ വിഭാഗിച്ചു. മാർത്ത എടുത്ത വിഷയവും മറിയ എടുത്ത വിഷയവും യേശു രണ്ടായിട്ട് വിഭാഗിച്ചിട്ട് വെറുതെ ഇരുന്ന മറിയയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അധ്വാനിക്കാൻ പോയ മാർത്ത രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ആമേൻ. മറിയ വെറുതെ കാൽക്കലിരുന്നതിനെ യേശു അംഗീകരിച്ചു. ആമേൻ. സർട്ടിഫിക്കറ്റ് ഇവൾക്ക് കിട്ടി. എന്നിട്ട് പ്രത്യേകിച്ച് അതൊരു കാര്യം കൂടെ അവിടെ പറയുന്നു, നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, ആരും അവളോട് അത് അപകരിക്കുകയുമില്ല. ദൈവത്തിന് മഹത്വം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രമാത്രം മാർത്തയെ കൊച്ചാക്കേണ്ട കാര്യം അവിടെ ഉണ്ടായിരുന്നോ? ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ മാർത്തയും കൂടെ വന്ന് യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നു എന്ന് വിചാരിക്കുക. ഈ സംഭവം പൂർണ്ണമാകുമ്പോൾ യേശു അവിടെ ഭക്ഷണം ഉണ്ടാക്കി യേശുവിന് കൊടുത്തതായിട്ടോ കഴിച്ചതായിട്ടോ ഒന്നും പുസ്തകത്തിലില്ല. അതിനപ്പുറം ആ വിഷയങ്ങൾ. ഈ മാർത്തയും കൂടെ വന്ന് യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? 1 മണിയായി, 1:30, 1:45, വചന ശുശ്രൂഷ നീണ്ടുകൊണ്ടിരിക്കുക. ആമേൻ. പത്രോസ് പറഞ്ഞാണ്, ഇന്നും സാധാരണ നമ്മുടെ സ്ഥിതി തന്നെ, ഉപവാസമാണ് ഇന്നും. വീട്ടിൽ വിളിച്ച് കയറ്റിപ്പോയി വിചാരിച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന്. മിക്കവാറും അവരങ്ങനെയായിരുന്നു. അത് നമ്മൾ വചനം നന്നായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും പട്ടിണിയായിരുന്നു. ആമേൻ. യഥാർത്ഥ വേലക്കാരൻ നിന്നും പട്ടിണിയാണ്, ഓർത്തോണം. സ്തോത്രം, സ്തോത്രം. എന്നിട്ട് എന്ത് സംഭവിക്കുമായിരുന്നു ഈ വീട്ടിൽ? മാർത്തയും കൂടെ വന്ന് ഇവിടെ ഇരുന്നിരുന്നുവെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കുമായിരുന്നു? ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം ഒന്ന് വായിച്ചേക്കൂ. പുസ്തകത്തിൻ്റെ പ്രത്യേകത അറിയാം. അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം അത് ക്രമമായി എഴുതുന്നതോ അല്ലേ? ഇത് ക്രമമായി എഴുതുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഇത് ക്രമമായി എഴുതപ്പെട്ട പുസ്തകമാണ്. ഏത്? ലൂക്കോസ് എഴുതിയ സുവിശേഷം. പലരും പുസ്തകങ്ങൾ എഴുതിയപ്പോൾ ലൂക്കോസിന് നിയോഗം കിട്ടിയത് ക്രമമായി എഴുതണമെന്ന. അങ്ങനെയെങ്കിൽ ക്രമമായി എഴുതപ്പെട്ട പുസ്തകമാണ് ഏത്? ഈ പുസ്തകം. നോക്കൂ, അങ്ങനെയെങ്കിൽ ക്രമമായി എഴുതിയതെങ്കിൽ ഇതിന് മുമ്പ് നടന്ന ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ 9-ാം അധ്യായം 15-16 വാക്യങ്ങളൊന്ന് വായിക്കും. ഇതിൻ്റെ തലേ അധ്യായം. ആ ആ ആ ആ ആ ആ ശ്രദ്ധിക്കുക. ഇവിടെ നാം വായിച്ചത് ഇത് കഴിഞ്ഞ ദിവസം ഇത് ബെത്സേദയിൽ നടന്ന വിഷയമാണ്. ഒരല്പ ദൂരമുണ്ട് ഈ ഭാഗമായിട്ട് ചിന്തിക്കുമ്പോൾ. എങ്കിലും അവിടെ നടന്ന വിടുതൽ എന്താ? 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് 5000 പോഷിപ്പിച്ച ഒരു സംഭവം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. എന്നാൽ യേശു ഇവിടെ പറയുന്നു, അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി എന്ന് പറയുമ്പോൾ അതിലെ മർമ്മം മറ്റൊന്നല്ല. മാർത്തേ, നീ അറിയുന്നില്ല നിന്റെ ഭവനത്തിൽ വന്നവൻ ആരാണെന്ന്. കഴിഞ്ഞ ദിവസം 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് 5000 പോഷിപ്പിച്ചവനാ. നീ അടുക്കളയിലേക്ക് പോയില്ലെങ്കിലും ഒരു തീന്മേശ ഒരുക്കാൻ കഴിയുന്നവനാണ് നിന്റെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആള് കുറവല്ലേ? അതുകൊണ്ട് അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം നിങ്ങൾ ആരും പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. ഇതാണ് യേശു മാറുന്ന സന്ദേശം. ദൈവത്തിന് മഹത്വം. ആമേൻ. നാം കണ്ട യേശു അല്ലെങ്കിൽ നാം കണ്ട വിശ്വാസ ജീവിതത്തിൽ ഈ തലം എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ദാവീദിന്റെ വിഷയം ഓക്കെ, അബ്രഹാമിന്റെ വിഷയം ഓക്കെ. നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതെത്രമാത്രം പ്രാവർത്തികമാകുന്നുണ്ട്? ആമേൻ.
ദൈവജനമേ ശ്രദ്ധിക്കണം. അത്ഭുതം ചെയ്ത അതേ കർത്താവാണ് പഴയ നിയമത്തിൽ അത് അത്ഭുതം ചെയ്ത, പുതിയ നിയമത്തിൽ അത്ഭുതം ചെയ്ത അതേ കർത്താവിനെയാണ് നാമും വിശ്വസിച്ചിറങ്ങിയിരിക്കുന്നത് എന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കിക്കൊള്ളണം. മാനുഷിക ബുദ്ധിക്ക് അപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവത്തെ നാം വേണ്ടവണ്ണം അറിയേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞു, ആത്മീയ തലത്തിൽ നിന്നാണ് ഭൗതിക തലത്തിലേക്ക് വിടുതൽ പകരുന്നത്. അതിന് ഒരു വിശദീകരണം ഞാൻ തന്നിട്ട് മുന്നോട്ട് പോകാം. 1 രാജാക്കന്മാരുടെ പുസ്തകം, അതിൻ്റെ 18-ാം അധ്യായം 38-ാം വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഉയരത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി തീ ഇറങ്ങി. ആദ്യം പിടിച്ചത് ഏതിലാ? യാഗവസ്തുവില. തീ ഇറങ്ങി വിറവിലല്ല പിടിച്ചത്, മണ്ണിലല്ല പിടിച്ചത്, വെള്ളം വറ്റിക്കുകയല്ല ചെയ്തത്. പകരമോ തീ ഇറങ്ങിയത് ആദ്യം യാഗവസ്തുവിലാണ് പിടിച്ചത്. ദൈവത്തിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ, ഉയരത്തിൽ നിന്ന് തീ ഇറങ്ങിയാൽ അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ യാഗവസ്തുവേ വരും. യാഗവസ്തുവേ വന്നാൽ പിന്നെ അത് വിറവിന് പിടിക്കും. വിറവിന് പിടിച്ചാൽ മണ്ണ് കരിയും, മണ്ണ് കരിഞ്ഞാൽ വെള്ളം വറ്റും എന്ന് നേരെ ഓർഡർ തെറ്റിച്ച അല്ലേ? കീബോർഡ് ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമാണ് കത്തിക്കാൻ, അല്ലെ? വലിയ പ്രയാസമാണ്. 2 പാട്ട് പാടണം, പിന്നെ മണ്ണ് കരിച്ച് വിറവ് പിടിച്ച് യാഗവസ്തു ഒന്ന് ചൂടായി വരുമ്പോൾ 12:45 പരിപാടി കഴിഞ്ഞു. ആമേൻ. ശ്രദ്ധിക്കുക, ഉയരത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങിയാൽ ഇവിടോട്ടാ വരുന്നത്. ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വിറവിന് പിടിക്കും. സ്വത്രം ഹല്ലേലൂയ. മണ്ണ് കരിക്കും, തോട്ടിലെ വെള്ളം വറ്റും, അടുത്ത ഭവനത്തിലേക്ക് ഒഴുകും. ഇവിടെ മാത്രമല്ല, നിന്റെ ഭവനത്തിലേക്ക് ഇത് ഒഴുകാനിടയായിത്തീരും. ആത്മാവിൻ്റെ ഓർഡർ ഇതാണ് പുസ്തകം പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ആത്മീയ തലത്തിൽ നിന്നാണ് ഭൗതിക തലത്തിലേക്ക് വിടുതൽ പകരുന്നത്. സ്വതന്ത്രം. മാർത്തയുടെയും മറിയയുടെയും വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു. ഈ വീട്ടിൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് പോകാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണിത്. ഈ ഭവനത്തിൽ ഒരു വിശേഷമുണ്ടായി. മാർത്തയുടെയും മറിയയുടെയും സഹോദരനായിരുന്ന ലാസർ മരിച്ച സംഭവമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ശരിക്കും നമുക്കറിയാം, മരിക്കുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പേ യേശുവിനെ അറിയിച്ചു, അല്ലേ? ഇപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞ യാത്ര ചെയ്തതെന്ന് അവിടെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, യേശു അറിഞ്ഞിട്ടും 2 ദിവസം കൂടെ കഴിഞ്ഞു എവിടേക്ക് പോകാൻ? സ്തോത്രം. മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് പോകാൻ. ഒരുപാട് വിസിറ്റ് ചെയ്തിട്ടുള്ള ഭവനം, പിന്നീട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാകാലത്തൊക്കെ കയറിയ ഭവനം. പക്ഷെ ഒരു വിഷയമുണ്ടായപ്പോൾ യേശു വൈകി. എന്നിട്ട് പറഞ്ഞു, നമുക്കവിടെ വരെ പോകണം, ലാസറിനെ ഉണർത്തണം. ശരിയാ, പോകാം. മനസ്സിലായില്ലെന്നറിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, വെറുതെ ഉണർത്താൻ പോവല്ല, ലാസർ മരിച്ചുപോയി, നമ്മുടെ സ്നേഹിതനായ ലാസർ മരിച്ചുപോയി. അതുകൊണ്ട് നമുക്കവിടെ പോയി അവനെ ഉണർത്തണം, അവനെ ജീവിപ്പിക്കണം. ഇത് കേട്ടതും തോമസ് അങ്ങ് ഞെട്ടിപ്പോയി. മരിച്ചോ? എന്നാ ഉണർത്താനാണ് നീ പോകുന്നത്? എന്നാൽ പക്ഷേ നമുക്കും പോകാം, അവനോടുകൂടെ മരിക്കേണ്ടതിന്. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ, മരിക്കേണ്ടതിന് അവനോടുകൂടെ നമുക്കും പോകാം. കാര്യം അവിടുത്തെ ചുറ്റുപാട് അങ്ങനെ പല പ്രാവശ്യം ഉണ്ടായ വിഷയങ്ങളുണ്ട്. പരീശന്മാർക്ക്, യഹൂദന്മാർക്ക്, പുരോഹിതന്മാർക്കൊന്നും ഇവരെ കണ്ടുകൂടാ. സുഖമില്ലാതെ കിടന്നാൽ പോയില്ല. ഇനി ഇപ്പം അവിടോട്ട് ചെല്ലുന്നത് മരണ വീട്ടിലോട്ടാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇനിയിപ്പം വലിയ കാര്യം ശുശ്രൂഷിക്കേണ്ടതൊന്നും സമയമില്ല. അതോ തോമസാണ് ഇത് പറഞ്ഞത്. യേശു പറഞ്ഞു, അവനെ ഉണർത്താൻ, അവനെ ജീവൻ കൊടുത്തെഴുന്നേൽപ്പിക്കാൻ പോകാം. തോമസ് പറയുന്നു, മരിക്കാൻ നമുക്ക് പോകാം. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇങ്ങനെ ഒരു സംഭവം നമുക്കുണ്ട്, അല്ലേ? 3 പേര് ഐക്യമത്യപ്പെട്ടവരിടത്തോട്ട് പോകുന്ന ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ആയിരിക്കും, നിശ്ചയമായിട്ടും ആ സഹോദരൻ വിടുവിക്കപ്പെടും. മറ്റേ ആൾ പറയും, പിന്നെ ഇതായിരിക്കും അനുഭവം. എനിക്ക് തോന്നാറുണ്ട്, നമ്മൾ ഈ തോമസിൻ്റെ അനുഭാവികളായതുകൊണ്ടാണ്, തോമസുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മളൊക്കെ ഈ മാർഗത്തിലേക്ക് വന്നതായിട്ട് ചരിത്രം പറയുന്നത്. വിഷയമെന്തോ ആയിക്കോട്ടെ, അതുകൊണ്ടായിരിക്കാം നമ്മുടെ മനോഭാവം ഇങ്ങനെ പോകുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത്, യേശു വന്നു, അവൻ ബഥാനിയിലെത്തി. അവിടെ വന്ന് ഗ്രാമത്തിൻ്റെ വെളിയിൽ അവിടെ നിന്നു, അകത്തേക്ക് പ്രവേശിച്ചില്ല.
പക്ഷെ അവിടെ എത്തിയ ഉടനെ മാർത്ത വിവരം അറിഞ്ഞു. മാർത്ത ഓടി വന്ന് അവനെ സ്വീകരിച്ചു. അല്ലേ, അവിടെ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? യേശു അവിടെ എത്തിയപ്പോൾ അവനെ സമായി എന്ന് അറിഞ്ഞു. അല്ലേ, അവിടെ മാർത്തയും യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. അവിടെ മാർത്തയാണ് മുന്നിൽ വരുന്നത്. അപ്പം യേശു വന്നു എന്ന് അറിഞ്ഞതും ആരാ? മാർത്തയാ. ദൈവത്തിന് മാത്രം. അപ്പോൾ പബ്ലിക് റിലേഷൻ കൂടുതലുള്ള ആർക്കാ? മാർത്തയ്ക്കാ. സ്തോത്രം. എന്നിട്ട് അവൾ വന്നിട്ട് പറയുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് യേശു ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം യേശു പറഞ്ഞു, ചോദിച്ചു കാണും, മറിയ എവിടെ? മറിയ എവിടെ? കാരണം അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നു, അതിൻ്റെ 28-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് ആരോട് പറഞ്ഞു? മറിയയോട്. സ്തോത്രം. മാർത്ത വന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താ? സ്തോത്രം. യേശു അവിടെ നിന്നുകൊണ്ട് മാർത്തയോട് ചോദിച്ചു, മറിയ എവിടെ? എനിക്ക് മറിയയെ കാണണം. ഗുരു വന്നിട്ടുണ്ടെന്ന് അറിയുന്ന മറിയ ഓടി യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അവൾ ഓടിച്ചെന്ന് അവൻ്റെ കാൽക്കൽ വീണിട്ട് മാർത്ത പറഞ്ഞ അതേ വാക്കുകളാണ് ഇവളും പറയുന്നത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. യേശുവിനെ കാണേണ്ടത് മറിയയാണ്. എന്താ കാരണം? അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ അവൻ അറിയണം. 5 ദിവസമായി ഈ കുടുംബത്തിൽ മരണം കഴിഞ്ഞു. ഉദ്ദേശം 5 ദിവസമായി കാണും. ജനങ്ങൾ മുഴുവൻ പഴിക്കുന്നുണ്ടോ? അനേകർ വന്ന് നിന്ദിക്കുന്നുണ്ടോ? അന്നേ അവരോട് പറഞ്ഞതാ അവനുമായിട്ടൊരു ബന്ധം വേണ്ടെന്ന്. അനേകരെ സൗഖ്യമാക്കിയവൻ ഇവരുടെ വിഷയത്തിൽ കണ്ണടച്ചു കളഞ്ഞു. ഇത്രയും നിന്ന സഹിച്ചുകൊണ്ട് ഏതാണ്ട് 5-ലധികം ദിവസമായി കഴിയുന്നവളാ മാർത്തയും മറിയയും. ആമേൻ. യേശു അവിടെ നിന്നു ചോദിച്ചു, മറിയ ഓടി വന്ന് അവൻ്റെ കാൽക്കൽ വീണു. ആമേൻ. യേശുവിന് അറിയേണ്ടതും ഇതായിരുന്നു. എന്താ കാര്യം? അവളുടെ പ്രശ്നങ്ങൾ, അവളുടെ പ്രയാസങ്ങൾ, അവളുടെ ജീവിതത്തിൽ വന്ന വൈഷമ്യങ്ങൾ, ദേശത്ത് വന്ന നിന്ന സഹോദരന്റെ നഷ്ടം എൻ്റെ പാദപീഠത്തിൽ നിന്ന് അവളെ വലിച്ചു മാറ്റിയിട്ടുണ്ടോ? യേശുവിന് അറിയേണ്ടതാ. ആമേൻ. യേശു കരഞ്ഞു. അവളോട് ചോദിച്ചു, അവനെ വെച്ചതെവിടെ? അവനെ വെച്ചതെവിടെ? ശ്രദ്ധിക്കണേ, മാർത്തയോട് ചോദിച്ചില്ല യേശു അവനെ എവിടെ വെച്ചെന്ന്. മാർത്തയോട് ചോദിച്ചു, മറിയ എവിടെ? മറിയ വന്നപ്പോൾ ചോദിച്ചു, അവിടെ ദുഃഖം. അവൾ വീണ്ടും കാൽപാദത്തിൽ വീണപ്പോൾ യേശു ചോദിച്ചു, അവനെ വെച്ചതെവിടെ? ആമേൻ. സ്തോത്രം. ഇവിടെ ഈ ലാസറിനെ പുറത്തെടുക്കുമ്പോൾ, അവൻ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം, ഈ യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ച വിഷയമല്ലത്. നയീനിലെ വിധവയുടെ മകൻ ഉയർത്ത വിഷയമല്ലത്. മരിച്ച് ചീഞ്ഞളിഞ്ഞു പോയ ശരീരത്തിൽ നിന്നും ഒരു പുതിയ ലാസറിനെ പുറത്തു കൊണ്ടുവന്ന സംഭവമാണ്. സംഭവത്തിൻ്റെ ഗൗരവം അനുസരിച്ച് ഒരുപക്ഷെ കാലതാമസം വന്നെന്ന് വരാം. നീ നിന്ന കൂടുതൽ സഹിച്ചെന്ന് വരാം. നീ കൂടുതൽ ഉടയ്ക്കപ്പെട്ടെന്ന് വരാം. കൂടുതൽ വേദന സഹിക്കേണ്ടി വന്നെന്ന് വരാം. വിടുതൽ അത്ര വലുതാണെന്ന് ഓർത്തോണം. നമുക്ക് വേറൊരു ഭാഗം മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. ഞാനത് പറഞ്ഞോട്ടെ. ഈ ദാവീദ് എന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ദാവീദിൻ്റെ പ്രസംഗങ്ങൾ ഒരുപാട് കേൾക്കുന്നതുകൊണ്ട് ഞാൻ ചുരുക്കി അങ്ങ് പറയാം. സ്തോത്രം. മല്ലനെ തകർക്കാനുള്ള പദ്ധതിയുമായി, സ്തോത്രം, ദൈവത്തിന് മാത്രം, മുന്നോട്ട് നീങ്ങപ്പോൾ അവൻ വടിയുമായി തോട്ടിലിറങ്ങി 5 കല്ലുകൾ അവൻ പെറുക്കിയെടുത്തു. മിനുസമുള്ള കല്ലുകളെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ ദാവീദേ നീ മിനുസമുള്ള കല്ലെടുക്കാൻ കാര്യം? മിനുസമുള്ള കല്ല്, ഒരു മിനുസമുള്ള കല്ലിനെ ലക്ഷ്യത്തിലെത്താൻ കഴിയും. ആമേൻ. മിനുസമുള്ള കല്ല് മാത്രമേ എൻ്റെ ലക്ഷ്യത്തിലെത്തത്തുള്ളൂ. പരുക്കൻ കല്ലും എൻ്റെ കവണയിലിരിക്കും, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത്, സ്തോത്രം, ശക്തനായ മനുഷ്യൻ്റെ തിരുനെറ്റിയിൽ എത്തണമെങ്കിൽ അതൊരു മിനുസമുള്ള കല്ലായിരിക്കണം. ഓഹോ, അതെങ്ങനെ അറിയാം? ഞങ്ങൾ മക്കളൊന്നിച്ച് വളർന്നവരാ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ വീട്ടിൽ വന്ന് എല്ലാവരെയും പരിശോധിച്ചിട്ട് തള്ളിക്കളഞ്ഞിട്ട് നേരെ കാട്ടിലേക്ക് വന്ന് എന്നെ കണ്ടിട്ട് സഹോദരന്മാരെ ഒഴിവാക്കി എന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ച് വീട്ടിൽ വേണ്ട പ്രാധാന്യം കിട്ടാതെ പലതിനും ഒഴിവാക്കപ്പെട്ടവനായി ഒരു സ്തോത്രം അവിടെ നടന്ന ഒരു യാഗം നടന്നാൽ അതിനുപോലും എനിക്ക് ഒരു പരിഗണനയില്ലാത്ത നിലയിൽ ഞാൻ തള്ളപ്പെട്ടവനായിരുന്നു.
പക്ഷേ സ്വർഗത്തിലെ ദൈവം നോക്കി, കാട്ടിൽ ഒരുക്കപ്പെട്ടവനെ സ്വർഗം തിരഞ്ഞെടുത്തു. ഇതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരുക്കപ്പെട്ട കല്ലുകളെ എടുക്കൂ. ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഒരുക്കപ്പെട്ട കല്ല് ആവശ്യമാണ്. ആമേൻ. നിങ്ങൾ ഈ കല്ലുകളോട് ചോദിക്കൂ. കല്ലുകൾ പറയും, ഞങ്ങൾ 4-5 പേര് കുഴി കിടക്കുക, വർഷങ്ങളായി കിടപ്പ് തുടങ്ങിയിട്ട്. എന്നോ ഒരു മലവെള്ളപ്പാച്ചിലിൽ വന്നവരാ ഞങ്ങളെല്ലാം. ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു. ഒരു മലവെള്ളപ്പാച്ചിലിൽ വന്ന് ഞങ്ങൾ 5 പേര് ഈ കുഴിയിൽപ്പെട്ടു. മറ്റവരെല്ലാം എവിടേക്കോ തെറിച്ചു പോയി. ഞങ്ങൾ എന്ന് ഈ കുഴിയിൽ വന്ന് വീണുവോ, അന്നു മുതൽ ഈ കുത്തൊഴുകുന്ന വെള്ളം ഞങ്ങളുടെ മേൽ വന്ന് വീണിട്ട് ഈ പാറയുടെ ഇടയിൽ കിടന്ന ഞങ്ങൾ പകലില്ലാതെ തിരികെ മറിയുകയും ചെയ്ത ഞങ്ങളുടെ പരുക്കൻ ശരീരം നഷ്ടപ്പെട്ട്, സ്തോത്രം, അത് ഈ നിലയിൽ ഒരുക്കപ്പെട്ടതാ. സ്തോത്രം, ഞങ്ങൾ ഒരു രാത്രി കണ്ണടച്ചിട്ടില്ല. കണ്ണുനീരിൻ്റെ വേദനയുടെയും അനുഭവം ഞങ്ങൾക്ക്. ഞങ്ങളുടെ പഴയ ശരീരമല്ലിപ്പോൾ, വന്നപ്പോഴുള്ള ശരീരമല്ല. ഈ കുത്തൊഴുക്കിൽ ഞങ്ങൾ ഒരുക്കപ്പെട്ടവരാ. ഇന്ന് മിനുക്കമുള്ള കല്ലുകളായി മാറി. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്താ പറയാൻ കാണും? ഞങ്ങളോടൊപ്പം വന്ന വേറെ കുറേ കല്ലുകളുണ്ട്, തെറിച്ച് അപ്പുറത്ത് കിടപ്പുണ്ട്. വെള്ളം വലുതായിട്ട് കൂടുമ്പോൾ ഒന്ന് മുങ്ങും, ഒരു വലിയ ഒഴുക്ക് വന്നാൽ ഒന്ന് മറിഞ്ഞു വീഴും. ഒരു 21 ദിവസം ഉപവാസം വന്നാൽ 2 മറിച്ചിലും മറിയും. തീർന്നു, ഒരുക്കപ്പെടുന്നില്ല. പക്ഷേ ഈ കല്ലുകളുടെ സാക്ഷ്യം, ഈ കല്ലിടുക്കിൽ വന്ന് പെട്ടതുകൊണ്ട് പകലില്ലാതെ കുത്തൊഴുക്കിൽ കിടന്ന് ഞങ്ങൾ വേദന അനുഭവിച്ച അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. സ്വസ്ഥതയില്ലാത്ത നാളുകളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കരകളിൽ ഞങ്ങൾ ഇണങ്ങി ആയുധമായി ഒരുക്കപ്പെടുകയായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. സ്തോത്രം. ദാവീദ് തിരഞ്ഞെടുത്തത് ഒരുക്കപ്പെട്ട കല്ലുകളെ. അവൻ കവണയിൽ വെച്ച് പ്രയോഗിക്കുമ്പോൾ മല്ലനായ ഗോലിയാത്തിനെ തകർക്കുന്നതിന് ഈ കല്ല് ഉപയോഗപ്രദമായി. ദൈവത്തിന് മഹത്വം. വേദന ആത്മീയ ജീവിതത്തിൽ കടന്നു വരുന്ന വേദനകളെ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു? നമ്മളെങ്ങാണൊന്ന് കല്ലെടുക്കപ്പെട്ടു പോയ ഒരു ഉപവാസം അപ്പോഴേ വെച്ചു, 3 ദിവസം കൊണ്ട് വിടുതലായി, എഴുന്നേറ്റ് പോയി. ഒരിക്കലും ഒരുക്കപ്പെടത്തില്ല. എന്നെ എന്തിനാണ് ഈ പ്രശ്നത്തിലിട്ടതോ ചോദിച്ചിട്ടുണ്ടോ ഇന്ന് വരെ? ആത്മീയ ജീവിതത്തിൻ്റെ പക്വത എന്ന് പറയുന്നത് അതാ. എൻ്റെ ഈ പ്രശ്നം എന്തിനു വേണ്ടി എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നു? എനിക്കൊരുക്കപ്പെടാനുള്ള അവസരമാണോ? പരുക്കൻ അവസ്ഥകളെ മാറ്റാനായി ദൈവമൊരുക്കിയ സ്വതന്ത്രം സന്ദർഭമാണോ ഇത്? എത്ര പേരുണ്ട് ആ ഒരു ചോദ്യം ചോദിക്കാൻ? ഇന്ന് രാത്രി ആത്മാവ് ചോദിക്കുന്നെങ്കിൽ ഏറ്റെടുത്തുകൊള്ളണം. ആത്മീയ ജീവിതത്തിലെ ശോധന നിന്നെ പരുക്കൻ ജീവിതത്തിൽ നിന്ന് ഒരു പോളിഷ്ഡായ ജീവിതത്തിലേക്ക് നടത്തി ശത്രുവിന് നേരെ ഒരു വലിയ ആയുധമായി ഉപയോഗിക്കുന്നതിന് ദൈവം ഒരുക്കുകയാണെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഞാൻ ഒരു ദൈവദാസനെ പരിചയപ്പെടുത്താം. ഒരു ദൈവവചനം പോലും വായിക്കാൻ അറിഞ്ഞൂടാ, ഭാഷ അറിയില്ല. പാസ്റ്ററാണ്, 10-75 പേരുടെ പാസ്റ്ററാണ്. ഒറ്റ വാക്ക് വായിക്കാൻ അറിയത്തില്ല. ഇവിടെയല്ല, കേരളത്തിലല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഭയിൽ നടക്കുന്ന വിടുതൽ കഴിഞ്ഞ തവണ ഞാൻ ചെന്നപ്പോൾ ഒരു നല്ല സുമുഖനായ ചെറുപ്പക്കാരനിരിക്കുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചു, ഇദ്ദേഹം എന്താ? ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ചതാ, ബാംഗ്ലൂരിൽ നിന്ന്. ഇപ്പോൾ വന്നു ഈ സഭയിൽ കൂടി മരിക്കാനായി നാട്ടിൽ കൊണ്ടുവന്നതാ. ആരോ എടുത്ത് ഈ സഭയെ കൊണ്ട് കിടത്തി. തല മുഴുവൻ പഴുത്ത് അവസാന മിനിറ്റുകൾ എണ്ണിയ വ്യക്തിയെ സ്വർഗത്തിലെ ദൈവം മടക്കി വരുത്തി. ഒരു കുഞ്ഞിനെ ഒരമ്മ താലോലിക്കുന്നു. ഒരു 50 വയസ്സുള്ള സ്ത്രീ, 10-ലധികം വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന സ്ത്രീ ഒരു കുഞ്ഞിനെ താലോലിക്കുന്നു. ദൈവത്തിന് മഹത്വം. വചനം വായിക്കാൻ അറിയാത്ത വ്യക്തിയെ ദൈവം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും വായിച്ചു കേൾപ്പിക്കുന്ന വചനം ആത്മാവിൽ വിശ്വസിച്ചിട്ട് വിശ്വാസത്താൽ അങ്ങ് പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ വിടുതലുകൾ സ്വർഗം ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടോ? സ്തോത്രം. ഒരുക്കപ്പെട്ട അനുഭവങ്ങളുടെ കഥ കേട്ടാൽ സ്തോത്രം ഒരുപക്ഷെ നമുക്ക് കേട്ടിരിക്കാൻ പ്രയാസമാണ്. ഇന്ന് രാത്രി ദൈവം ഒരുക്കുവാനായി അവസരത്തെ തരുമ്പോൾ നാം ഒരുങ്ങാൻ തയ്യാറാകണം. ദൈവത്തിന് മഹത്വം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഈ സഹോദരൻ വെളിയിൽ വന്നു നിൽക്കുക. ഇനി നമുക്ക് ചോദിക്കാം, മാർത്തേ, എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ഈ സഹോദരൻ ഇങ്ങനെ വിടുവിക്കപ്പെടാൻ കാര്യം? അവൾ പറയും, ദൈവം എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയത് കൊണ്ടോ ഞാൻ ചെയ്ത ഒരു ശുശ്രൂഷകൾ കൊണ്ടോ അല്ല എൻ്റെ സഹോദരൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്.
എൻ്റെ സഹോദരൻ ജീവിച്ചിരിക്കാൻ കാര്യം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എൻ്റെ സഹോദരിയോട് ചോദിക്കൂ. മറിയ മറുപടി പറയും. അവൾ കാൽക്കലിരുന്ന നിമിത്തമാ എൻ്റെ സഹോദരൻ ജീവനോടെ പുറത്തു വന്നത്. അവൻ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപകരിക്കത്തില്ലെന്ന്. സ്വർഗത്തിലെ ദൈവം ഒരു ദൂത് വിളിച്ചു പറഞ്ഞു. ഞാൻ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചില്ല. ഞാൻ ഭൗതിക വിഷയത്തിലൂടെയാണ് യേശുവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അവൾ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചു കാണും. ആർക്കും നഷ്ടപ്പെടുത്താൻ കഴിയാത്തത് ഒന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെങ്കിൽ ആ വിശ്വാസത്തിൽ ഞാൻ ഉറയ്ക്കും. അങ്ങനെയാണ് അവൾ ഒരുപക്ഷെ ഈ സഹോദരനെ നേടിയത്. നമുക്ക് മറിയോട് ചോദിക്കാം, മറിയേ, എന്താ നിൻ്റെ ജീവിതം? എൻ്റെ ജീവിതം മുഴുവനും അവൻ്റെ കാൽപാദത്തിലാണ്. അവൻ്റെ കാൽപാദത്തിലിരുന്നോ കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ച് കാൽ മുഴുവൻ കഴുകി, എൻ്റെ വിശേഷമായ തലമുടി കൊണ്ടത് തുടച്ച് തൈലം പൂശി അവൻ്റെ കാൽ ചുംബിച്ചവളാ ഞാൻ. അവിടെയാണ് എൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അവൻ്റെ കാൽക്കലിരുന്ന് പഠിച്ചവളാ ഞാൻ. ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും ഏതെല്ലാം അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയാലും ഈ പാദപീഠം വിട്ടുപിരിയാൻ എനിക്ക് കഴിയത്തില്ല. എൻ്റെ സഹോദരൻ്റെ നഷ്ടം എനിക്കൊരു വിഷയമല്ല, ഈ പാദപീഠമാണ് എൻ്റെ വിഷയം. ആമേൻ. ആ പാദപീഠത്തിലിരുന്നു അവൻ എൻ്റെ സഹോദരനെ വിടുവിച്ചു. സ്തോത്രം. നിങ്ങൾ സംശയം ഉണ്ടായിരുന്നു. 45 വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം 11 അധ്യായം 45 വാക്യം. അവൻ ചെയ്ത് ആരുടെ അടുക്കലാണ് വന്നേ? വചനം എന്താ പറയുന്നേ? മറിയയുടെ അടുക്കൽ വന്ന് ആണ് ആളുകൾ ചോദിക്കാൻ തുടങ്ങി. യഹൂദന്മാർ ചോദിക്കാൻ തുടങ്ങി, മറിയേ, മറിയേ, എന്താ സംഭവം? ഇത്രമാത്രം ഒരു വിടുതൽ? നീ യേശുവിനോട് ചോദിച്ചാൽ പറയും. അവൾ ആഗ്രഹിച്ചത് രോഗിയായ ഒരു സഹോദരനെ വിടുവിച്ച് ഒരു രോഗസൗഖ്യം അവൾ പ്രതീക്ഷിച്ചത്. എന്നെ ക്ഷണിച്ചത് അതിനാ. അവൾ എൻ്റെ കാൽക്കലിരുന്ന് പഠിച്ചവളും അനേകരെ നിന്ന് ഈ ലോകത്ത് ദേശത്ത് സഹിച്ചവളുമാ. അവളെ അങ്ങനെ ഒരു രോഗസൗഖ്യം കൊണ്ടല്ല ഞാൻ സന്ദർശിക്കുന്നത്. ചീഞ്ഞളിഞ്ഞു പോയ ശരീരത്തിൽ നിന്നും അവനെ മടക്കി വിളിച്ച് അവിടെ കരങ്ങളിൽ കൊടുക്കത്തക്ക വിശ്വസ്തതയാ എൻ്റെ പക്കലുള്ളത്. അത് ഞാൻ അവൾക്ക് വേണ്ടി ചെയ്യും. സ്തോത്രം. അതുമാത്രമാണ് ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തത്. സ്തോത്രം. നിങ്ങളിനി ചിന്തിച്ചാട്ടെ, ഈ മറിയെ ഈ പാദപീഠത്തിൽ നിന്നും ഏത് വിഷയത്തിന് മാറ്റിക്കളയാൻ കഴിയും? ഏത് വിഷയത്തിന് ഈ മറിയ, ഏത് വിഷയത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പാദപീഠം വിട്ടകന്നു പോകും? ഇന്ന് രാത്രി ദൈവബോധത്തേക്ക് നമുക്ക് നോക്കാം. ദൈവികമായ വിടുതലുകൾ അനേകം പ്രാപിച്ചവരാണ് നാം. ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമുഖത്തേക്ക് നോക്കാം. ഒരുക്കപ്പെടുന്ന അവസരങ്ങൾ ദൈവം ഒരുക്കുമ്പോൾ അതെൻ്റെ ഒരുക്കത്തിനുള്ള സന്ദർഭമാണ് എങ്കിലും അവൻ മറഞ്ഞു പോയിട്ടില്ല, അവൻ വരും നിശ്ചയമെന്ന് ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം. ഇന്ന് രാത്രി കേട്ട ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കെന്നാലുമേ എൻ ഗീതമെന്നുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഈ രാത്രികാലം കർത്താവ് നമ്മോട് ഹൃദയമായി സംസാരിച്ചല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാരംഭമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മോട് സംസാരിച്ചു. ആമേ. ഭൗമികത്തിൽ നിന്നും ഒരിക്കലും ആത്മീയ തലത്തിലേക്ക് വിടുതൽ വ്യാപരിക്കുന്നില്ല.
എന്നാൽ ആത്മീയ മണ്ഡലത്തിൽ നിന്നത്രേ ഭൗമിക തലത്തിലേക്ക് വിടുതൽ വ്യാപരിക്കപ്പെടുന്നത്. ഇന്ന് രാത്രികാലം ദൈവം നമ്മോട് ഹൃദയമായി ഇടപെട്ടത്, നിന്റെ ആത്മീയ മണ്ഡലം നീ ഒരുക്കിയാൽ നിന്റെ ഭൗമിക തലത്തിലേക്ക്, നീ ഭൗമികമായി ഭാരപ്പെടുന്ന വിഷയത്തിലേക്ക് ദൈവത്തിൻ്റെ വിടുതൽ വ്യാപരിക്കുമെന്ന് പരിശുദ്ധാത്മ നമ്മോട് ഹൃദയമായി സംസാരിച്ചല്ലോ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഈ രാത്രികാലം ദൈവോരങ്ങളിലേക്ക് ഒരു നിമിഷം കൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളെ അടയ്ക്കാം, ദൈവോരങ്ങളിലേക്ക് ഒരു നിമിഷം ഏൽപ്പിക്കാം. ആമേൻ. ആത്മീയ മണ്ഡലം ഒന്ന് ഒരുക്കി കൊടുക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. മിനിസമുള്ള കല്ലുകളത്രേ ദാവീദ് എടുത്തതെങ്കിൽ ഒരുക്കപ്പെടുന്ന ജീവിതങ്ങളെയാണ് ദൈവം ഇന്ന് രാത്രിയും തിരഞ്ഞെടുക്കുന്നത്. ഒരുക്കപ്പെടുന്ന ജീവിതത്തില് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഈ രാത്രികാലം ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, നീ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എന്നെ ഒന്ന് ഒരുക്കിയെടുക്കണമേ. യെസ്, എന്റെ പരുക്കൻ അനുഭവങ്ങളെ, എന്റെ പരുക്കൻ സ്വഭാവങ്ങളെ ഒന്ന് മാറ്റി മിനുസമുള്ള തലത്തിലേക്ക്, ഒരുക്കപ്പെട്ട തലത്തിലേക്ക് എന്നെ ഒന്ന് കൈപിടിച്ചുയർത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആത്മീയ മണ്ഡലം ഒന്ന് ഒരുക്കിയാട്ട്. യെസ്, ഉടകൾ കൽക്കബ റികബല ഊഡവ രംദല ഊഡവ ദീക രഗദ പ്രൗഡവ ദീകൽ കൽക്കബ രഗബവ ദീവര ബലബല ശുഡബല ദീവര ബലബല ചുഡബല ദീകം ദഗദൽ പൗഡവ ദീവര ബലബല ചുഡബല ദീകസ് കംദല ബൗഡവ. ആമേൻ. ഡാരാബ രംദ വൈഡ ദിഗദ പ്രൗഡവ ദീകവ രംദല ബൗഡവ രേഖവ ദീക രഗദല ചുഡബല ദൂഡവ നംദല ബൗഡവ ദൂഡൽ കൽക്കബ രീകവ. യെസ്, അടഗലഗലഗല അംദാരാബല ചുഡബല ബൗഡവ ദീകവ രംദല ബൗഡവ അടബല ബൗഷവ ധീകവ അടവ രഗദലകൽക്കല രഗഡവക്ഷസി. അസാധ്യമെന്ന് ലോകം പറഞ്ഞ സ്ഥാനത്ത് ഇനി ലാസ്ര ജീവിക്കയില്ല എന്ന് ഒരുപക്ഷെ സ്നേഹിതരും അയൽവക്കക്കാരും ഒക്കെയും വിധി എഴുതിയ സ്ഥാനത്ത് ഒരുപക്ഷെ മാർത്തയും മറിയയും പോലും ഹൃദയത്തിന്റെ ഉള്ളിൽ പറഞ്ഞു കാണാം, ഇനി എൻ്റെ സഹോദരൻ ജീവിക്കയില്ല, ഇനി ഞങ്ങളുടെ സഹോദരൻ ജീവിക്കയില്ല. അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥാനത്ത്, ആമേൻ, പ്രത്യാശ നഷ്ടപ്പെട്ട സ്ഥാനത്ത്, ആമേൻ, എൻ്റെ യേശു ആമേൻ അവിടെ കടന്നു ചെന്ന് ആമേൻ കല്ലറയുടെ വാതിൽ ആമേൻ ഉരുട്ടി മാറ്റി വീണ് കൽപ്പിച്ച് ആമേൻ ലാസറിന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വിടുതൽ പകർന്നെങ്കിൽ ഇന്ന് പകൽ രാത്രികാലവും ദൈവം നമ്മോട് സംസാരിച്ചൊരു ദൂതുണ്ട്. നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയത്തിന്മേലോ ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാ. ഉടബൽക്കൽ രഗഡബല ശംദൽ വോടകട്ടസി. ഓ ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുത്തുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ തയ്യാറാണെങ്കിൽ, ആമേൻ, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ വിഷയത്തിന് വിടുതലുണ്ട്, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ രാത്രികാലം വചനം ശുശ്രൂഷിച്ച കർത്തൃദാസനെ കുടുംബത്തെ ഓർത്തൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. പിന്നെയും ശക്തമായിട്ട് കർത്താവ് ഉപയോഗിപ്പാനായിട്ട് വടക്കേ ഇന്ത്യയിലൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിപ്പാൻ താൻ സ്തോത്രം ശുശ്രൂഷിക്കുന്ന ദൈവസഭയെ ഓർത്ത്, ആമേൻ, കർത്തൃദാസന്റെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത്, ദാസിയെ ഓർത്തുകൊണ്ട്, കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട്, തൻ്റെ യാത്രാവേളകളെ ഓർത്തുകൊണ്ട്, തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം കരങ്ങളും മധുരങ്ങളും ചലിപ്പിച്ച് കർത്തൃദാസന് വേണ്ടി പോരാടി പ്രാർത്ഥിക്കാം. കർത്താവിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട ദൈവിക വചനവും ദൈവിക ദൂതും അത് വൃതമാക്കി കളയാതെ ഹൃദയത്തിൽ ഗ്രഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. തീരുമാനത്തോടെ പ്രതിഷ്ഠയോടെ നാം ആയിരിക്കുമ്പോൾ ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജി ജെ അലക്സാണ്ടർ മുൻപോട്ട് കടന്നൊന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. ഈ രാത്രിയിലും അങ്ങയുടെ പാദാന്തി ഞങ്ങൾക്കടുത്ത് വരുവാൻ, പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ആയിരിക്കാൻ ദൈവസഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി തന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി അവിടെ ഞങ്ങളുടെ മധ്യത്തിലൂടെ നടകൊണ്ടല്ലോ കർത്താവേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ പകർന്നല്ലോ. ആത്മാവിൽ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേക്ക് സ്തുതി പാടുവാൻ, അങ്ങേ ഉയർത്തുവാൻ, പുതിയ തീരുമാനങ്ങളും പ്രതിഷ്ഠകളും എടുപ്പാൻ ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ബലത്തിൻ്റെ പെട്ടകവുമായി ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ അവിടെ എഴുന്നള്ളിയതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ ദാസനെ ശക്തീകരിച്ച് ഞങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഞങ്ങളോട് കൽപ്പിച്ച എല്ലാ നല്ല ദൂതുകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ പാദാന്തി ഇരുന്നു കൊണ്ട് നല്ല അംശം തിരഞ്ഞെടുത്ത മാമേൻ മറിയയ്ക്ക് വേണ്ടി പ്രതികൂലങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും തകർച്ചകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ സ്വർഗം വെളിപ്പെട്ടു വന്നെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അവനെ വെച്ചത്, ലാസറിനെ വെച്ചത് എവിടെയെന്ന് ചോദിക്കത്തക്കവണ്ണം ആമേൻ അവിടുന്ന് കല്ലറയ്ക്കരികിലേക്ക് അടുത്തു വന്നെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ പാദാന്തി ഇരിക്കുന്ന ഞങ്ങൾക്ക് നഷ്ടമല്ലല്ലോ കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇറങ്ങി വരുന്ന ദൈവമാണല്ലോ. 38 ആണ്ട് ആമേൻ രോഗിയായിരുന്ന മനുഷ്യൻ ആമേൻ ദൂതൻ വെള്ളം കലക്കുമ്പോഴും സൗഖ്യം പ്രാപിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ അവനെ തേടി അങ്ങ് ആമേൻ ആമേൻ ബെഥസ്ദാ കുളക്കരയിൽ വന്നെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ അവിടെ എഴുന്നള്ളിരിക്കാൻ സ്തോത്രം. ചില ഹൃദയങ്ങളുടെ നീറുന്ന അനുഭവങ്ങളെ കാണുന്നവൻ ഈ രാത്രി ഇറങ്ങി വന്നിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങളെ വെറും കൈയോടെ പറഞ്ഞയക്കുന്ന ദൈവമല്ലല്ലോ. ഇന്ന് രാത്രി ആമേൻ ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാകയാൽ അവിടുത്തെ തേജസ്സുള്ള കരം ഈ രാത്രി ചെല്ലണമേൽ വെക്കുന്ന രാത്രിയാക്കി തീർക്കണമേ. Heal in the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് വിടുതലായി വ്യാപരിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവേ, ആത്മീയ മണ്ഡലങ്ങൾ ഞങ്ങൾ ആമേൻ ഉണർത്തപ്പെട്ടവരായി, അത് ഞങ്ങളുടെ ഭൗതിക അനുഭവങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ തലമുറകളിൽ, ഞങ്ങളുടെ ആമേൻ എല്ലാ വിഷയങ്ങളിലും വിടുതലായി തീരുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച എല്ലാ നല്ല ദൂതനായി സ്തോത്രം. ഞങ്ങളുടെ ദാസനെ പിന്നെയും കരങ്ങൾ എടുക്കണം. ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിറവേറ്റുവാൻ ഒരു പുതിയ അഭിഷേകത്തോടെ ബലത്തോടെ അവിടെ നടത്തുമാറാകണം. കുടുംബമായി സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘമായി ഭാഗികമായി ഉപസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി അവിടുന്ന് കരം വെച്ച് ആശീർവദിക്കണമേ കർത്താവേ. ഓരോ ഹൃദയങ്ങളുടെ നിലവാരം അറിഞ്ഞ് അവിടുന്ന് പിന്നെയും സംസാരിക്കണമേ. പുതിയ ശക്തി ഏറ്റെടുത്ത് മടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. കൃപയിൽ ഞങ്ങളെ മറച്ചാട്ട് ഈ ഉപവാസത്തിൽ വലിയ വിടുതലും ആശ്വാസം ഏറ്റെടുക്കുവാൻ ആത്മപകർച്ച ഞങ്ങളുടെ മധ്യത്തിൽ ദൈവം തരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉണർത്തണമേ. ഞങ്ങളുടെ യൗവനക്കാരെ ഉണർത്തണമേ കർത്താവേ. അവരുടെ മേലൊരു പുതിയ അഭിഷേകം വ്യാപരിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിൽ വലിയ വിടുതലും ആശ്വാസം കൽപ്പിക്കണമേ. ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവേ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് വലിയ ജയം തന്നതിനായി സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തും വരവിനായി ഒരുക്കും യേശു ക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. കർത്താവിന് രാത്രി നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഈ രാത്രി നമ്മെ ധന്യമായി വചനത്തിലൂടെയും ആത്മാവിലൂടെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആശ്വസിപ്പിച്ചു നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസവും പ്രാർത്ഥനയോടത്തെ എല്ലാ വിഷയങ്ങളോടും കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഉപവസിക്കുന്ന എല്ലാ ദൈവജനത്തോടും അടുത്ത ദിവസം നടക്കേണ്ട മീറ്റിങ്ങിന്മേലും ഇന്ന് രാത്രി ഐശ്വര്യമായി ദൈവജനം ഘോഷിച്ച കർത്താവിൻ്റെ ദാസനോടും തൻ്റെ പ്രവർത്തനങ്ങളോടും കുടുംബത്തോടും ഭൂലോകമെങ്ങുള്ള വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ മടങ്ങി വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുവേശു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.